ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് യാത്രയുടെ 102-ാം ദിവസമാണ്. നമ്മൾ ഉത്തർപ്രദേശിലെ അലഹബാദിലാണുള്ളത്. ഇന്നലത്തെ യാത്രയിൽ ഒരു ചർച്ച് കണ്ടു. അങ്ങനെ രാവിലെ തന്നെ അന്വേഷിച്ചിറങ്ങി നമ്മൾ ചർച്ച് കണ്ടുപിടിച്ചു. നമുക്ക് ആ ചർച്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഓൾ സെയിൻറ്റ് കത്തീഡ്രൽ എന്നാണ് ഈ ദേവാലയത്തിൻ്റെ പേര്. പ്രാദേശികമായി പത്തർ ഗിരിജ എന്നും അറിയപ്പെടുന്നു. കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ദേവാലയം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു ആംഗ്ലിക്കൻ ദേവാലയമാണ്. 1871 ബ്രിട്ടീഷ് ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റ് പ്രൊവിൻസ് ഗവർണറായിരുന്ന വില്യം മുയിർ ആണ് ഈ ദേവാലയം നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ പത്നി എലിസബത്ത് ഹൺലി വെമിസ് 1871 ഏപ്രിൽ 10 ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടു. വില്യം എമേഴ്സൺ ആണ് ഈ ദേവാലയത്തിൻ്റെ വാസ്തുശില്പി. അദ്ദേഹം തന്നെയാണ് കൊൽക്കത്തയിലെ പ്രശസ്തമായ വിക്ടോറിയ മെമ്മോറിയലും രൂപകൽപ്പന ചെയ്തത്. ഗോതിക് ശൈലിയിലാണ് ഈ ദേവാലയം പണികഴിപ്പിച്ചിരിക്കുന്നത്. 240 അടി നീളവും 56 അടി വീതിയും 103 അടി ഉയരവുമാണ് ഈ ദേവാലയത്തിനുള്ളത്. ഒരേ സമയം ഈ ദേവാലയത്തിനുള്ളിൽ 400 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയും. മണൽക്കല്ലുകളും മാർബിളും കൊണ്ടാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. പ്രാദേശികമായി ലഭ്യമാകുന്ന ചുവന്ന ഓടുകൾ കൊണ്ടാണ് ദേവാലയത്തിൻ്റെ മുകൾ ഭാഗം പാകിയിരിക്കുന്നത്. 1887 നവംബർ 1 നിർമ്മാണം പൂർത്തിയായ ദേവാലയം ആരാധനകൾക്കായി തുറന്നുകൊടുത്തു. പൂർണ്ണമായി മാർബിളിൽ കൊത്തിയെടുത്ത മാമോദിസ തൊട്ടിയാണ് ഈ കാണുന്നത്. ഇതുകൂടാതെ തന്നെ മാർബിളിൽ പണികഴിപ്പിച്ച മറ്റു കുറച്ച് ശില്പങ്ങളും കൂടെ നമുക്ക് ദേവാലയത്തിനുള്ളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ദേവാലയത്തിന് 133 വർഷം പ്രായമുണ്ട്. അതിൻ്റേതായ കേടുപാടുകളൊന്നും തന്നെ നമുക്ക് ഇവിടെ കാണാനില്ല. എന്നിരുന്നാലും അവിടെ ഇവിടെ ആയിട്ട് പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്ന കാണുമ്പം വേണ്ട രീതിയിൽ ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് വേണം കരുതാൻ. മനോഹരമായൊരു ദേവാലയമാണ്. നിങ്ങളെപ്പോഴെങ്കിലും അലഹബാദിൽ വരികയാണെങ്കിൽ ഈ ദേവാലയം കൂടെ സന്ദർശിക്കുക. ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ കുർബാന ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഓൾ സെയിൻറ്റ് ഡേയിൽ ഇവിടെ പെരുന്നാളും ആഘോഷിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഇവിടേക്ക് വരുന്ന വഴിക്ക് മറ്റൊരു പുരാതന സെമിത്തേരി കൂടെ കാണാനിടയായി. ഇനിയും അവിടേക്കും കൂടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് എവിടെയാണ് കണ്ടതെന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയില്ല. അന്വേഷിച്ച് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നത് തന്നെയാണ് കരുതുന്നത്. നമ്മൾ അന്വേഷിച്ച് പോയ സ്ഥലത്തല്ല നമ്മൾ എത്തിയത്. നമ്മൾ വേറൊരു സെമിത്തേരിയിലാണ് എത്തിയത്. നമ്മളിപ്പം എൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. പക്ഷേ നമ്മൾ അന്വേഷിച്ച സ്ഥലവും നമുക്ക് അറിയാൻ പറ്റി. ഓൾഡ് ക്രിസ്ത്യൻ സെമിട്രി എന്നാണ് ഈ ശ്മശാനത്തിൻ്റെ പേര്. ഇവിടേക്ക് എത്താനുള്ള ലൊക്കേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആരെങ്കിലും വരികയാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഒരുപാട് മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത്. നമ്മൾ നമ്മുടെ നാട്ടുകാരൻ ഒരാളെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് നോക്കൂ, അന്തപ്പൻ, പടനിലം, കേരള, ചങ്ങനാശ്ശേരി. നമ്മൾ അന്വേഷിച്ച് വന്ന സ്ഥലം ഇതല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ മറ്റ് സ്ഥലങ്ങൾ അന്വേഷിച്ച് പോവുകയാണ്. ഇവിടെ കുറേ സെമിത്തേരി കാണാനുണ്ട്. നമ്മളെന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. നമ്മളങ്ങനെ മറ്റൊരു സെമിത്തേരിയിലെത്തി. ഇതും അല്ല നമ്മൾ അന്വേഷിച്ചു വന്ന സെമിത്തേരി. ഇത് കോമൺവെൽത്ത് വാർ സെമിട്രിയാണ്. ഇവിടേക്ക് എത്താനുള്ള ലൊക്കേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൽ മരണമടഞ്ഞ സൈനികരെയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് കമ്മീഷനാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല. എന്നിരുന്നാലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ കല്ലറകളൊന്നും വേണ്ട രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടക്കം ചെയ്തിരിക്കുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ
ഒരുവിധം എല്ലാ കല്ലറകളിൽ നിന്നും നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളിവിടെ കാണുന്ന കാഴ്ച വളരെ വേദനാജനകമാണ്. ഒരു പുരാതനമായ ശവകുടീരങ്ങൾ ഉള്ളൊരു സെമിത്തേരി. ആരൊക്കെയോ കയ്യേറി ഇപ്പം ആട് മേയുന്ന ഒരു പറമ്പാക്കി മാറ്റിയിരിക്കുകയാണ്. തികച്ചും സംരക്ഷിക്കേണ്ടതായ ഒരു സ്ഥലമാണിത്. അതുപോലെ ഒരുപാട് കല്ലറകൾ മണ്ണ് മൂടി കിടപ്പുണ്ട്. അതുപോലെ പുല്ല് കാടുകളൊക്കെ കയറി കിടപ്പുണ്ട്. നമ്മൾ കുറേ അന്വേഷണങ്ങൾക്കൊടുവിൽ ആദ്യം പറഞ്ഞ സെമിത്തേരി കണ്ടെത്തിയിരിക്കുകയാണ്. ബൈഹരൻ ഖബർസ്ഥാൻ എന്നാണ് ഈ സെമിത്തേരിയുടെ പേര്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയാണ് ഈ സെമിത്തേരി സംരക്ഷിക്കുന്നത്. വളരെ മനോഹരമായി തന്നെ ഈ സ്ഥലം പരിപാലിക്കുന്നുണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും ഒരുവിധം എല്ലാ കല്ലറകളുടെയും അടക്കം ചെയ്തിരിക്കുന്ന ആളുകളുടെ പേരുവിവരങ്ങളെല്ലാം തകർക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു നിർഭാഗ്യകരമായ കാര്യം, ഈ സെമിത്തേരിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല എന്നതാണ്. ഇവിടെ ഒന്നും തന്നെ എഴുതി വെച്ചിട്ടില്ല. കുറച്ച് ആളുകളോട് ചോദിച്ചെങ്കിലും അവർക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇംഗ്ലീഷുകാരുടെ കല്ലറ എന്ന് മാത്രമാണ് അവർ പറഞ്ഞു തന്നത്. ഒരുപാട് മഹാരഥന്മാർ സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് ഇതിൻ്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാവാം. ഇവിടെയൊക്കെയും കല്ലറകൾ കാട് മൂടിയ നിലയിലാണെങ്കിലും ഒരു സ്ത്രീ ഒരു സൈഡിൽ നിന്ന് കാട് തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും വൃത്തിയാക്കപ്പെടും എന്ന് തന്നെ കരുതാം. ഈ ഭാഗത്ത് കുറച്ച് വലിയ കല്ലറകൾ കാണാൻ സാധിക്കും. ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികളുടെയൊക്കെ ആയിരിക്കാം. പലപ്പോഴും ഇതുപോലെയുള്ള സെമിത്തേരികൾ സന്ദർശിക്കുമ്പോൾ വിദേശികളൊക്കെ വന്ന് അവരുടെ പൂർവികരെ അന്വേഷിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുപക്ഷെ അവർക്ക് അവരുടെ പൂർവികരെ കണ്ടെത്താനാവില്ല. അവരുടെ കല്ലറ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധരൊക്കെയും അതിലെ പേരുവിവരങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ദുഃഖകരമായൊരു കാഴ്ചയാണത്. തൽക്കാലം സെമിത്തേരി സന്ദർശനം അവസാനിപ്പിച്ച് റൂമിലേക്ക് മടങ്ങുകയാണ്. സുരേഷ് ഏട്ടൻ്റെ രാത്രി ട്രെയിനാണ്. അതിൽ സുരേഷ് ഏട്ടൻ നാട്ടിലേക്ക് തിരികെ പോവുകയാണ്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ സുരേഷ് ഏട്ടനെ യാത്രയാക്കാൻ വന്നതാണ്. സുരേഷ് ഏട്ടന് ഇനി ഇവിടുന്ന് സെക്കന്ദരാബാദിലേക്ക് പോവുകയാണ്. ഇപ്പോഴത്തെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പരെ കയറ്റി വിട്ടിട്ട് ഞാനിനിയും സോളോ ഒറ്റയ്ക്ക് തകർക്കാൻ പോവുകയാണ്. അപ്പം സുരേഷ് ഏട്ടാ, എന്താണ് അനുഭവങ്ങൾ? പറയൂ. കൊള്ളായിരുന്നു, നല്ല അനുഭവമായിരുന്നു. എന്താ പറയണത്, കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു സോളോ ട്രിപ്പിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും അജുവും കൂടിയെങ്കിലും ഞങ്ങൾ രണ്ടുപേരും, നാസർക്ക പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സോളോ ആയിരുന്നു. അവനെ തോന്നുന്ന സ്ഥലത്തേക്ക് അവൻ പോവും, രാവിലെ എണീറ്റിട്ട്. എനിക്ക് തോന്നുന്ന സ്ഥലത്തേക്ക് ഞാൻ പോവും. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ട്രിപ്പ് അടിച്ചു പൊളിച്ചു. അജുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഒത്തിരി ആൾക്കാരായിട്ടൊന്നും ഞാൻ ചങ്ങാത്തം കൂടാറില്ല. അപ്പോൾ എന്തായാലും ട്രെയിന് കാഹളം മുഴക്കിയിരിക്കുകയാണ്. അത് ഞങ്ങൾ പോകാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.